ഹലോ, എൻ്റെ പേര് ശ്രീഹരി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗുരുവായൂരമ്പല നടയിൽ സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ ലൈഫിൽ ഓരോ കുഞ്ഞു കുഞ്ഞു ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ആ കുഞ്ഞു കുഞ്ഞു ഇൻസിഡൻസിനെ എല്ലാം ചേർത്ത് വെച്ചൊരു മൂവി ആയിട്ടാണ് എനിക്ക് ഗുരുവായൂരമ്പല നടയിൽ ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആവാം നമുക്ക് ഒത്തിരി ചിരിക്കാനും നമ്മളെയൊക്കെ ഒത്തിരി എൻഗേജിങ് ആക്കാനും മൂവിക്ക് സാധിച്ചത്. മൂവിയുടെ കുറച്ച് പോസിറ്റീവ്സിനെ പറ്റി ഞാൻ ആദ്യം പറയാം. അതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് അതിലെ പെർഫോമൻസ് തന്നെയാണ്. പൃഥ്വിരാജ് സുകുമാരൻ എന്നൊരു ആക്ടർ, അദ്ദേഹം എത്ര നല്ല എൻ്റർടൈനർ ആണെന്ന് കാണിച്ചെന്നൊരു മൂവിയും കൂടി ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ബേസിൽ ജോസഫും, രണ്ടുപേരും കട്ടയ്ക്ക് പിടിച്ചാണ് പെർഫോമൻസ് ചെയ്തത്. ഫസ്റ്റ് ഹാഫ് വരെ അവരുടെ കോമ്പിനേഷൻസ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. അവർ കൊണ്ടുവന്ന കോമഡി കുറേയൊക്കെ സിറ്റുവേഷണൽ കോമഡികളാണ്, നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ചെറിയ ചെറിയ കോമഡികളാണ്. പക്ഷേ അവരുടെ ഡയലോഗ് ഡെലിവറി, അവരുടെ പെർഫോമൻസ്, ഈ കാസ്റ്റുകളെല്ലാം ഇവർ കൊണ്ടുവരുന്ന പെർഫോമൻസുകളും ഇവർ കൊണ്ടുവരുന്ന കുറേ മൈന്യൂട്ട് കോമഡീസും ഉണ്ട്. ഇവരൊക്കെ മുൻനിര ആക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കോമഡി അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമർ എനിക്ക് ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റി. അവർ ഇത്തരത്തിലുള്ളൊരു പെർഫോമൻസ് ചെയ്യുമ്പോൾ പൃഥ്വിരാജിനെ ഒന്നും നമ്മളങ്ങനെ കുറേ റീസെൻ്റ് ആയിട്ട് അത്തരത്തിലുള്ള പെർഫോമൻസ് ഒന്നും കണ്ടിട്ടില്ല. ഒരു കോമഡി മൂവി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് റീസെൻ്റ് ആയിട്ടൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ എ ലോങ് ടൈം പൃഥ്വിരാജ് എന്നൊരു എൻ്റർടൈനറെ എനിക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ബേസിൽ ജോസഫ്, പുള്ളിക്കാരനും പൃഥ്വിരാജിൻ്റെ കൂടെ കട്ടയ്ക്ക് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ പൃഥ്വിരാജിനേക്കാളും കൂടുതൽ സ്ക്രീൻ സ്പേസും ഒക്കെ വരുന്നത് ബേസിൽ ജോസഫിനാണെങ്കിലും രണ്ടുപേരും കട്ടയ്ക്ക് നിന്നാണ് പെർഫോമൻസ് ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിലെ കാസ്റ്റിംഗ് അവർ കൊണ്ടുപോയിക്കുന്ന രീതിയാട്ടോ, അത് വളരെ അടിപൊളിയായിട്ടുണ്ട്. കാരണം നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഫിലിമിലൊക്കെ അത്യാവശ്യം നല്ല ഫെയിം ആയിട്ടുള്ള കുറേ ആക്ടേഴ്സിനെ, എൻ്റർടൈൻമെൻറ്റ് മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറേ യൂട്യൂബേഴ്സിനെ, അവരെയൊക്കെ നല്ല രീതിയിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു കാസ്റ്റും അത് മിസ്കാസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കൊടുത്തിരിക്കുന്ന ഓരോ കാസ്റ്റിനും അതിനനുസരിച്ചുള്ള പെർഫോമൻസ് ആ ഒരാൾക്കാർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. അങ്ങനെ എടുത്തു പറയാൻ രീതിയിലൊന്നുമില്ല, എല്ലാവരും ആ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് അവരുടേതായ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയിലെ മ്യൂസിക് വർക്കാണ്. മ്യൂസിക് വർക്ക് ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് അതിലൊരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതായത് ഒരു ഡയലോഗ് ഡെലിവറിയിൽ പോലും ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണല്ലോ, അതുകൊണ്ട് തന്നെ അതിന് വേണ്ടൊരു മ്യൂസിക് ഉണ്ടല്ലോ. ഒരു ഇൻബിറ്റ്വീൻ അവർ സംസാരിക്കുമ്പോഴാണെങ്കിലും അവരുടെ പ്രസൻസ് കാണിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമല്ലോ, അതെല്ലാം നല്ല കറക്റ്റായിട്ട് അൻകിത് മേനോനാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പാട്ടുകളാണെങ്കിലും എനിക്ക് ആദ്യം കേട്ടപ്പോൾ വലിയ അടിപൊളിയായിട്ടൊന്നും തോന്നിയില്ല. അല്ലെങ്കിൽ സാധാരണ ഒരു രീതിയിലൊരു പാട്ടിങ്ങനെ എഴുതി മ്യൂസിക് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ സിനിമയിൽ അത് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയുണ്ട്, അത് ഗംഭീരമായിട്ടുണ്ട്. രണ്ട് പാട്ടുകളും കേട്ടോ. ഒന്നൊരു കല്യാണമാക്കിയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കെ ഫോർ കല്യാണം എന്നൊരു സോങ്ങാണ്. അല്ലാണ്ട് കൃഷ്ണ എന്നുള്ള സോങ്ങിൻ്റെ പ്ലേസ്മെൻറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഗംഭീരമായിട്ടുണ്ട്. അതിലെ വിഷ്വൽസും എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നീട് എനിക്ക് എടുത്ത് പറയേണ്ടത് അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കാണ്. സ്ക്രിപ്റ്റ് വർക്ക് ഞാൻ ഒന്ന് എടുത്ത് പറയും. കാരണം നമുക്കറിയാം നമ്മുടെ ഇൻഡസ്ട്രിയിൽ ചെറിയ ത്രെഡൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ നിലവിൽ മൂവീസൊക്കെ വരുന്നത്. ആ ചെറിയ ത്രെഡിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ഇവർ ആ ലിമിറ്റ് കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ലിമിറ്റിന് വേണ്ടതിനനുസരിച്ചുള്ള കോമഡി, ഹ്യൂമർ, പെർഫോമൻസ് എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് ഒരു പ്രത്യേക രീതിയിൽ പോകുന്നു, സെക്കൻഡ് ഹാഫ് പിന്നെ ഉൾട്ടയാകുകയാണ് ചെയ്യുന്നത്. അത് സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സെക്കൻഡ് ഹാഫിലൊരു കഥ അതിൻ്റെ മെയിൻ പോർഷനിലോട്ട് ചേഞ്ച് ചെയ്യുവാണ്. നമുക്ക് എല്ലാ പോർഷനിലും അതിൻ്റെ ക്യൂരിയോസിറ്റി കൈവിടാതെ എൻഗേജിങ് ആയിട്ട് കാണാൻ സാധിക്കും. സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് ക്ലൈമാക്സിനോടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വെട്ടം സിനിമയൊക്കെ ഇല്ലേ, അതുപോലെ ഇതിലെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാസ്റ്റും ഒരുമിച്ചൊക്കെ വരുന്നൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അവരത് കൊണ്ടുവന്നിരിക്കുന്ന രീതിയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് അടിപൊളിയാവും. ചുമ്മാ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുവാണ് എല്ലാം. പക്ഷേ അതൊക്കെ സിനിമ ഇങ്ങനെ പോകുമ്പം ഓരോരുത്തരെയും നമ്മളെ റിമെമ്പർ ചെയ്യിച്ച് അവരെയൊക്കെ കൊണ്ടുവരുന്നുണ്ട് ആ സിനിമയിലോട്ട്. ഇങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുടെ പെർഫോമൻസ്, ഇങ്ങനെ ഒരാളുടെ അവിടുത്തെ ഒരു ഇമ്പോർട്ടൻസ്, അതെല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് ക്ലൈമാക്സിലാണ് കേട്ടോ കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, പൃഥ്വിരാജ്, ബേസിൽ, അങ്ങനെ ഇവരുടെ ഫാമിലീസൊക്കെ ആയിട്ടുള്ള ആൾക്കാർ, ഇവർ പല സമയങ്ങളായിട്ട് വന്നു പോകുന്നേ ഉള്ളെങ്കിലും സെക്കൻഡ് ഹാഫിൽ ഇവരെല്ലാവരും ഒരു സ്ക്രീനിൽ വരുമ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് അങ്ങനത്തെ ഒരു സാധനം മേക്ക് ചെയ്ത് വരുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ഗുരുവായൂരമ്പലം ആ ഒരു പശ്ചാത്തലത്തിലാണ് സെക്കൻഡ് ഹാഫ് വരുന്നത്. സെറ്റിട്ടതാണെന്നാണ് ഞാൻ ഇവിടെയൊക്കെ കേട്ടത്. പക്ഷേ എനിക്ക് സെറ്റിട്ടതായിട്ട് തോന്നിയില്ല. അതൊരു ഗുരുവായൂരമ്പലത്തിൽ വെച്ച് തന്നെയാണ് ഷൂട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ഒരു ഹെലിക്യാം ഷോട്ടൊക്കെ കാണിക്കുന്നുണ്ട്, ഒരു റൗണ്ട് ചെയ്തൊരു ഷോട്ട്. അവിടെ ഫുള്ള് അമ്പലത്തിൻ്റെ ആംബിയൻസ് തന്നെയാണ്. അത് സെറ്റിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അമ്പലത്തിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തതെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ മുമ്പ് എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെറ്റിട്ടതാണെന്ന്.
പക്ഷെ സെറ്റിട്ടല്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആണെങ്കിൽ ഒന്ന് പറയണേ, കമന്റ് സെക്ഷനിൽ ഒന്ന് പറയണം കേട്ടോ. ഈ സ്ക്രിപ്റ്റ് വർക്കിനോടൊക്കെ കിടപിടിക്കുന്ന തരത്തിലുള്ള വിഷ്വൽസ് നമുക്ക് കറക്റ്റ് വന്നിട്ടുണ്ട്. നീരജ് രവിയാണ് അതിൻ്റെ DOP ചെയ്തിരിക്കുന്നത്. എഡിറ്റർ ജോൺ കുട്ടി, അതും അടിപൊളിയാണ് കേട്ടോ. എഡിറ്റിംഗ് ഒക്കെ ഒരു പ്രത്യേക രീതിയാണ്. ഇങ്ങനെ നമുക്ക് ഒത്തിരി ഇങ്ങനെ വിഷ്വൽസ് കട്ട് പോയിന്റ്സ് ഒന്നും വെച്ച് അങ്ങനെ ചെയ്യുന്നൊന്നുമില്ല. ഒരു സംഭവം ഇങ്ങനെ ഒരു സാധനം നമുക്ക് വിഷ്വൽസ് കുറെ കൊടുത്തിട്ടുണ്ട്, അതിങ്ങനെ ആവശ്യമുള്ള സ്ഥലത്ത് കൊടുക്കുക, ബാക്കി പെർഫോമൻസ് ചെയ്തോളും എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഇല്ലേ, ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് ആ സിനിമ കംപ്ലീറ്റ് പോകുന്നത്. എഡിറ്ററും എല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് വിഷ്വൽസിനേക്കാളും കൂടുതൽ മ്യൂസിക്കാണ് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു മ്യൂസിക് ഒത്തിരി ലൗഡായിട്ട് എൻ്റെ ചെവിയിൽ കേട്ടത് കൊണ്ടായിരിക്കാം, കൂട്ടത്തിൽ പെർഫോമൻസും. ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും നല്ല പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. ഡയറക്ടർ വിപിൻ ദാസ് അദ്ദേഹത്തിൻ്റെ ജയ ഹേ മൂവി കണ്ടവരാണെങ്കിൽ ആ ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഇല്ലേ, അതിലപ്പുറം നിങ്ങൾക്ക് ഈ ഒരു മൂവിയിൽ പ്രതീക്ഷിക്കാം. ഫാമിലീസിന് വേണ്ടി മേക്ക് ചെയ്തിരിക്കുന്ന സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് അവിടെ പൃഥ്വിരാജിൻ്റെ ഒക്കെ അഭിനയം അത് ശരിക്കും എടുത്ത് പറയണം കേട്ടോ. പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിക്ക് ഇല്ലേ, ഒരു പെർഫോമർ പൃഥ്വിരാജിനെ നമുക്കറിയാം, പക്ഷേ ഒരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ അദ്ദേഹം മാറുമ്പോൾ ഉള്ള ഫേഷ്യൽ എക്സ്പ്രഷന്. ഒരു സീനുണ്ട്, ഒരു മുറുക്കൊക്കെ കടിക്കുന്നൊരു സീനുണ്ട് കേട്ടോ. മുറുക്കല്ല, അച്ചപ്പം കടിക്കുന്നൊരു സീൻ. ഒരു വീട്ടിൽ ഇങ്ങനെ പോയിട്ട് കല്യാണം വിളിക്കാൻ പോകുന്നൊരു സീനുള്ള അത് നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുന്നവരാണൊന്ന് നോട്ടീസ് ചെയ്തത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം പുള്ളിയുടെ ഉള്ളിലൊരു എൻ്റർടൈനർ ഇല്ലേ, പുള്ളിക്കാരൻ ഇങ്ങനെ അദ്ദേഹത്തെ തന്നെ ഡെവലപ്പ് ചെയ്ത് വരികയാണെന്നുള്ളൊരു സംഭവമൊക്കെ ഇല്ലേ, അത് നമുക്ക് കറക്റ്റായിട്ട് ആ സിനിമയിൽ കാണാൻ പറ്റും. പിന്നെ പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളായിട്ട് വന്ന അനശ്വര രാജൻ, നിഖില വിമൽ, രേഖ ചേച്ചി, പണ്ടത്തെ രേഖ എന്ന നടി, അതുപോലെ തന്നെ ബേസിലിൻ്റെ അമ്മയായിട്ട് വരുന്നൊരു ചേച്ചിയുണ്ട്, അവരുടെ പേരെനിക്കറിയില്ല. അവരാണെങ്കിലും അതിൽ കുറേ കാസ്റ്റിങ്ങിന് പിന്നെ പറയുന്നുണ്ട്. ഇവരെല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചില സിറ്റുവേഷൻ നമുക്ക് തോന്നും, അയ്യോ ഇവരുടെ ഇമ്പോർട്ടൻസ്, അവരുടെ പെർഫോമൻസ് ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർക്കൊക്കെ സെക്കൻഡ് ഹാഫിലോ അല്ലെങ്കിൽ വേറെ പല ഭാഗങ്ങളിലായിട്ട് പെർഫോമൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരെയും പുറകിലോട്ട് വെക്കുകയോ എന്നാൽ ഒരാളെ ഏറ്റവും കൂടുതലായിട്ട് പെർഫോമൻസ് ചെയ്യാനോ അവർ സമ്മതിച്ചിട്ടില്ല. എല്ലാവർക്കും അവരുടേതായൊരു ലിമിറ്റിൽ കറക്റ്റ് ഒരു ഡയറക്ടർ കൺട്രോളിൽ ഇറങ്ങിയൊരു മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ജഗദീഷ് ഏട്ടൻ അഭിനയം എനിക്ക് ഇഷ്ടപ്പെട്ടു. ജഗദീഷ് ഏട്ടൻ്റെ ഒരു ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്, പുള്ളിക്കാരൻ്റെ കോമഡിയൊക്കെ ഉണ്ട്. നമ്മുടെ സിറ്റുവേഷനിൽ നമ്മുടെ ലൈഫിലൊക്കെ നടക്കുന്ന കുറേ കോമഡി ആയിരിക്കും. ഇപ്പം തോളത്ത് കൈയിട്ട് നടക്കുന്ന അച്ഛൻ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ ഉള്ളവരാണെങ്കിൽ, നല്ല ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെയൊക്കെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ കുറേ പേര് വരുന്നുണ്ട്. നമ്മുടെ ബമ്പർച്ചിരിയിലെ അശ്വിൻ, അവരൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. സാഫ് ബോയ് ഉണ്ട്, സിജു സണ്ണി ഉണ്ട്. അവരൊക്കെ ത്രൂ ഔട്ട് ഒരു മൂവിയിലുണ്ട് കേട്ടോ. നല്ല മുഖ്യധാരയിലോട്ട് കൊണ്ടുവന്നാലും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ സാധിക്കും എന്ന് അവർ കാണിച്ചു തരികയും ചെയ്തു. അയ്യോ പിന്നെ വേറൊരു പുള്ളിയുണ്ട്, ഒരു ഡോക്ടറായിട്ട് വരുന്നൊരു പുള്ളിയുണ്ട്. പുള്ളി അടിപൊളി അഭിനയാണ്. ജോർജ് എന്നാണ് അതിൽ പേര് പറഞ്ഞേക്കുന്നത്. അതെ ജോർജ് എന്നങ്ങാണ്ടാണ്. തമിഴിൽ നിന്നുള്ള യോഗി ബാബു ഉണ്ട്. യോഗി ബാബുവിൻ്റെ ഫസ്റ്റ് മലയാളം മൂവിയാണ്. അദ്ദേഹം തമിഴനായിട്ട് തന്നെയാണ് കേട്ടോ. ഇവരെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഒരു സാധനമുണ്ട്. ഇത്രയും കോമഡി ആക്ടേഴ്സിനെ കൊണ്ടുവന്ന് നമ്മുടെ ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് കോമഡി ആക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ, ഇവരെയൊക്കെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുവന്നാൽ എങ്ങനെയിരിക്കും, അവരെയൊക്കെ എങ്ങനെ പ്ലേസ് ചെയ്യും, ഞാൻ അതിലാണ് കൂടുതലും ഡൗട്ട് അടിച്ചത്. പോകെ എനിക്ക് കുറേ ക്യൂരിയോസിറ്റി വന്നായിരുന്നു. ഈ സിനിമ ഇതെങ്ങനെ ഇനി കൊണ്ടുപോകും, ഇവരെന്താണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്ലൈമാക്സിൽ അതൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലെ വലിയ ലോജിക്കൽ റീസൺ ഒന്നും കാണേണ്ട കാര്യമില്ല. ഗുരുവായൂരമ്പലത്തിൽ ഇങ്ങനെ ഹെലിക്കാമൊക്കെ ഓടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊക്കെ ലോജിക്കലി നോക്കാണ്ട് എൻ്റർടൈനർ രീതിയിൽ കുറച്ച് നമുക്ക് എൻഗേജിങ് ആയിട്ട് കാണാൻ പറ്റിയൊരു മൂവി തന്നെയാണ് ഗുരുവായൂരമ്പലം നടയിൽ. പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നും എനിക്ക് എടുത്ത് പറയാനില്ല. ഇതിന് നെഗറ്റീവ് പറയേണ്ടതല്ല, ഇത് ഫാമിലി മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള മൂവിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു എൻ്റർടൈനർ ഫാമിലീസിന് വേണ്ടിയിട്ടുള്ളൊരു മൂവിയാണെന്നുള്ള തോന്നൽ ഈ ഒരു മൂവി കാണാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അതിനപ്പുറത്തേക്ക് മറ്റൊരു മൂവിയായിട്ട് റിലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരു മൂവി റീസെൻ്റ് ആയിട്ട് ഇറങ്ങി ഏതെങ്കിലും മൂവീസായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കാതെ ഈ ഒരു മൂവിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ലൊരു മൂവി തന്നെയാണ് ഗുരുവായൂരമ്പലം നടയിൽ. ഇതൊക്കെയാണ് സിനിമയെ പറ്റിയുള്ള എൻ്റെ ചെറിയ അഭിപ്രായം. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക. മൂവി കാണാത്തവരുണ്ടെങ്കിൽ മൂവി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ പറയണേ. സിനിമ കാണാത്തവർക്ക് ഈ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ പറയുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.